ജന്മാദ്യസ്തേതോന്നയാതിതരതച്ചാർത്തേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂര്യ തേജോവാരി മൃതാമ്യധാവിനിമയോ യത്രത്തിതർഗോമുഷാ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം അങ്ങനെ ചെയ്ത് സഹകരിച്ചവരോട് അകൈതവമായ നന്ദി കൂടി രേഖപ്പെടുത്തി കൊടുക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 2-ാം സ്കന്ധം 6 അധ്യായം അവസാനിച്ചു. ഇനി 7-ാമത്തെ അധ്യായത്തിൽ അവതാര വർണ്ണന, ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് 3 പ്രാവശ്യം ഭാഗവതത്തിൽ വർണ്ണനയുണ്ട്. 2 സംക്ഷിപ്തവും 3-ാമത്തെ ഏറ്റവും വിവരിച്ചിട്ടുള്ള വർണ്ണനയും ആണ്. സൂതൻ ശൗനകാദികൾക്ക് അവതാരങ്ങളെ പറഞ്ഞു കൊടുക്കുന്നതാണ് ഏറ്റവും സംക്ഷിപ്തം, ചുരുക്കിയിട്ട്. 2-ാമത് ഇനി ഇപ്പോൾ പറയാൻ പോണത് ബ്രഹ്മാവ് നാരദനോട് അവതാരങ്ങളെക്കുറിച്ച് പറയുകയാണ്. എങ്ങനെ ഭഗവാനെ അറിയാം? ഭഗവാനെ അറിയാൻ ഒറ്റ മാർഗമാണത്രേ ഈ അവതാരങ്ങളെക്കുറിച്ചുള്ള കീർത്തിക്കൽ. അതുകൂടെ നമുക്ക് അനുഭവത്തിലേക്ക് വരാം. ഭക്തി ഉണ്ടാവും വേണം. എങ്ങനെ കേട്ടതുകൊണ്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഭക്തി എന്ന അതിപാവനമായ ആ വികാരം എല്ലാവർക്കും എപ്പോഴൊന്നും കിട്ടില്ല. അത് വളരെ പുണ്യ ഒരു നിമിഷങ്ങളിലാണ് ഒരാൾക്ക് ഭക്തി എന്നത് അനുഭവിക്കാൻ കഴിയണത്. നമ്മളീ പറയണതൊന്നുമല്ല ഭക്തി. പറഞ്ഞാൽ ഭക്തി പറഞ്ഞാൽ എന്താ? നമ്മൾ നാമം ചോദിച്ച അയാൾ ഭക്തനാണ്, കുറിയിട്ട അയാൾ ഭക്തനാണ്, മഞ്ഞ മുണ്ട് പുതച്ച അയാൾ ഭക്തനാണ്, ദിവസം അമ്പലത്തിൽ പോകുന്നുണ്ട് അയാൾ വലിയ ഭക്തനാണ്. നോ, ഇതൊന്നും ഭക്തിയല്ല. ഭക്തിയിലേക്ക് അടുപ്പിക്കാം ചിലപ്പോൾ. ഭാഗവതം വായിച്ചു, ധാരാളം കഥകൾ കേട്ടു, അതുമല്ല ഭക്തി. അതുകൊണ്ടുള്ള ലക്ഷ്യമോ അനുഭവമോ ആണ് ഭക്തി. ഈ ചെയ്യണതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യപ്രാപ്തി ഉണ്ടാവണം. അതാണ് ഭക്തി. ലക്ഷ്യപ്രാപ്തി എന്താണെന്നുള്ളത് മുഴുവൻ വാക്കുകൊണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു അനുഭൂതിയാണത്. ധ്യാനത്തിൽ ഒരാൾ അനുഭവിക്കുന്ന സുഖം, സമാധിയിൽ അനുഭവിക്കുന്നതായിട്ടുള്ള സുഖം, ഈശ്വരനുമായിട്ട് അത്രയധികം ഒന്നാവുമ്പോൾ കിട്ടുന്ന നിർവൃതി, ഇതൊന്നും വാക്കൊണ്ട് പറയാൻ പറ്റില്ല. എപ്പോഴും ഉണ്ടാവുന്നതും അല്ല. അപൂർവ അനഘ നിമിഷങ്ങളിൽ ഒന്നാണ് ഭക്തൻ ഭക്തി അനുഭവിക്കുക എന്നുള്ള അവസ്ഥ. അവിടെ എത്തിയാൽ പിന്നെ അവനെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുക. അതിപ്പോൾ എല്ലാവർക്കും എപ്പോഴും കിട്ടും അങ്ങനെ ഒരു അവസ്ഥയൊക്കെ. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് ഭക്തി എന്ന് പറഞ്ഞാൽ. നമ്മൾ നിർവചിക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. അത് ഈ പറയണതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞമുണ്ട് പറിച്ചു, ധാരാളം കുറിയിട്ടു, ഒരു ദ്രാക്ഷമാല ഇട്ടു, ഭാഗവതം വായിച്ചു, പറഞ്ഞു ഭർത്താവ് ജില്ല അയാൾ വലിയ ഭക്തനാണ്. അല്ല ആവണമെന്നില്ല. അതിനെന്താണ് ഭക്തി? അതിനെപ്പറ്റി ഒരുപാട് സ്ഥലത്ത് ഭാഗവത്തിൽ പറയേണ്ട എന്താണ് ഭക്തി എന്ന്. ഇപ്പം നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അതിന് സന്ദർഭമില്ല. കാരണം അത് പറയാൻ നിന്ന് ഒരുപാടുണ്ടേ. അതുകൊണ്ട് എന്തായാലും ഒന്നും ഉറപ്പാണ്, അത് വാക്കുകൊണ്ട് പറയാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് എന്ന് പറയാം. അത്ര പറഞ്ഞാൽ മതി. ഇപ്പോൾ അങ്ങനെ ഉള്ള മാനസികാവസ്ഥയിൽ ഭഗവാനുമായിട്ട് ഒന്നായിട്ട് എനിക്ക് ഭഗവാനുമായിട്ടുള്ള അനുഭവം ഉണ്ടാവണേ ഈശ്വര എന്ന വിചാരത്തോടു കൂടി ഒരു ഉപാസനയായിട്ട് ഈ അവതാരങ്ങൾ കേൾക്കണം. അങ്ങനെ കേട്ടാൽ കുറേയൊക്കെ ലക്ഷ്യപ്രാപ്തി ഉണ്ടാവുമെന്നാണ്. ഓനപ്പം എല്ലാവർക്കും പറ്റിയില്ലെങ്കിലും ഒരു പരിധി വരെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവതാരങ്ങളെക്കുറിച്ചുള്ളതായ വർണ്ണനയാണ്, കേൾക്കലാണ് സാധാരണക്കാർക്ക് ഭക്തി ഉണ്ടാവാനുള്ള മാർഗം. ഇത് വലിയ പ്രാധാന്യമുണ്ട് ഭാഗവതത്തിൽ. ഈ അവതാര വർണ്ണന, ഓരോ അവതാരങ്ങളും പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് പറയണത്. കൃഷ്ണാവതാരവും നരസിംഹാവതാരവും. അപ്പോൾ ബ്രഹ്മാവ് ചുരുക്കി അത് നാരദനോട് പറയണു. നാരദ, എങ്ങനെ ഭഗവാനെ അറിയാം?
പ്രധാനമായിട്ടും ആ അവതാരങ്ങൾ ശ്രദ്ധയോടുകൂടി ഭക്തിശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കണം. നല്ല പ്രാധാന്യത്തോട് കൂടിയിട്ട് കണ്ണും അടച്ച് ഒരാളാണ് പറയണതിരുന്ന് കേട്ട് അവിടേക്ക് എത്തണേ എന്ന പ്രാർത്ഥനയോട് കൂടി ഇരുന്നാൽ ഭക്തി ഉണ്ടാവും. യേശൊരു മനസ്സിരുത്തേണ്ടതുണ്ട്. വെറുതെ അങ്ങനെ കേട്ടിട്ട് കാര്യമൊന്നുമില്ല. എത്ര ആൾ കേട്ടു, എത്ര ആൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടോ? പലരും എത്തണില്ല. ഇനി മൂന്നാമത്തെ ഒരു വർണ്ണനയാണ് തൃതീയ സ്കന്ധം മുതൽക്ക് വരാഹാവതാരം. അതാരാണ് പറയുക? അത് കുറേ അവതാരങ്ങളെയൊക്കെ ശുഗമഹർഷിയാണ് വർണ്ണിച്ചതായിട്ട് പറയണത്. ശുഗമഹർഷി പരീക്ഷത്തിന് പറഞ്ഞു ശ്രീ ശുഗ ഉവാച എന്ന് പറഞ്ഞിട്ട് ചിലത് പറയും. ചിലത് ശുഗമഹർഷി തന്നെ മറ്റൊരാളുടെ ആഖ്യാനത്തെ എടുത്തു പറയും. നരസിംഹാവതാരം അങ്ങനെയാണ്. ശുഗനാണ് പരീക്ഷത്തിന് പറയണത് എങ്കിലും ആരുടെ വാക്കുകളാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നാണെങ്കിൽ അത് നാരദൻ ധർമ്മപുത്രരോട് പറഞ്ഞു കൊടുക്കണം. യുധിഷ്ഠിര നാരദ സംവാദം. അങ്ങനെ നാരദൻ പറഞ്ഞു കൊടുത്ത നരസിംഹാവതാരത്തെ പരീക്ഷിത്തെ അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അവിടെ ഒരു ഉപാഖ്യാനമുണ്ട്. അവിടെ യുധിഷ്ഠിര നാരദ സംവാദമാണ്. പിന്നെയുള്ള കൃഷ്ണാവതാരോ അത് പരീക്ഷിച്ച് ശുഗമഹർഷിയോട് പറയണതാണ്. കാരണം പലതും പല രീതിയിലാണ് പറയണം. അപ്പം അങ്ങനെ അത് 7 ദിവസം കൊണ്ട് മുഴുവൻ ആക്കാൻ പറ്റുള്ളൂ. അത്രയും സമയമെടുക്കും. അങ്ങനെ മൂന്നാമത്തെ ആഖ്യാനം പൂർണ്ണമാണ്. അതാണ് കഥ മുഴുവൻ വരുള്ളൂ. ഉദാഹരണം വരാഹാവതാരം തന്നെ 6 അധ്യായം വരും. അവതാര കഥ 3 അധ്യായം വരും. കൃഷ്ണൻ്റെ കഥ 90 അധ്യായം. അങ്ങനെ വിസ്തരിക്കുകയാണ്. അതാണ് ശരിക്കും ഭാഗവതം. ഇവിടെ ചുരുക്കിയിട്ട് ഇങ്ങനെ പറയണ സൂതൻ പറഞ്ഞു കൊടുത്തതിനേക്കാളും ഒന്നിങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. സൂതൻ്റെ പറഞ്ഞുള്ളൂ അവതാരങ്ങളുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. വരാഹാവതാരം, കപിലാവതാരം, പൃഥ്വവതാരം, മത്സ്യാവതാരം എന്ന് മാത്രം. ഇവിടെ ഉദ്ദേശം കൂടി ഒരു ശ്ലോകത്തിലൊരവതാരം ആക്കുന്നുണ്ട്. ഒന്നങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ട്. മുഴുവൻ പറയണമെന്നില്ല. അതാണ് ആദ്യമായിട്ട് ബ്രഹ്മോവാച യത്രോദ്യതച്ചിരിതലോദ്ധരണായ ബിപ്രൽ ക്രോഡിംഗനും സകലയജ്ഞമൈവനന്ദ അന്തർമഹാർണഭൗഭാഗതമാതിദൈത്യം തം ദന്തയാദ്രിം ഇവ വജ്രധരോദധാര. പറയണ എപ്പോൾ അനന്തനായിരിക്കുന്ന ഭഗവാൻ ചിരിതലോദ്ധരണായ എണ്ണിയാട്ടൻ താഴ്ത്തി വെച്ചു വെള്ളത്തിലെ ഭൂമിയെ അല്ലേ. ആരാണോ സത്യത്തിൽ ഹിരണ്യാക്ഷന്മാരാ കഥ പറയുമ്പോഴാണ് നമ്മൾ വിസ്തരിക്കുള്ളൂ കേട്ടോ. ഈ ലോകത്തിൽ ഇഷ്ടംപോലെ ഹിരണ്യാക്ഷന്മാരുണ്ട്. ആരാണ് ഭൂമിയെ താഴ്ത്തുക? ആ ധർമ്മം കൊണ്ട് താഴ്ത്തുക. ധർമാനുഷ്ഠാന നിലവാരം താഴ്ത്തുന്നവരൊക്കെ ഹിരണ്യാക്ഷന്മാരാണ്. ഭരണ നേതാക്കളായാലും ശരി, ആദ്യം അവരല്ലേ മാതൃക കാണിക്കണം. അവരെന്നെ കാശ് കൈക്കൂലി അനർഹമായിട്ട് സമ്പാദിച്ച് ജനങ്ങളെ പറ്റിക്കുക എന്ന് വെച്ചാലോ, ഭൂമി മൊത്തം വെള്ളത്തിൽ താഴും. അപ്പോൾ അവർ ഹിരണ്യാക്ഷന്മാരല്ലേ. അപ്പോൾ ധർമ്മച്യുതി ഉണ്ടാക്കി ഭൂമിയെ അധപ്പതിപ്പിക്കുന്ന ഹിരണ്യാക്ഷന്മാരെ വധിക്കാനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു എന്ന് പൊതുവേ പറയാം. ഇവിടെ കഥയായിട്ട് പറയുമ്പോഴോ ഏതൊരു ഭഗവാനാണ് ഹിരണ്യാക്ഷനെ വധിക്കാനായിട്ട് വരാഹമായിട്ട് സ്വരൂപിച്ച് എപ്പോഴാണ് ഈ ഹിരണ്യാക്ഷൻ ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തിയത്? അപ്പോൾ ക്രൗഡിങ് തനും സകല യജ്ഞമൈവനന്ദ. ആ വരാഹ സ്വരൂപത്തെ യജ്ഞരൂപി എന്നാണ് പറയുക. യജ്ഞസ്വരൂപി ആയിരിക്കുന്ന ഭഗവാൻ വരാഹസ്വരൂപത്തെ യജ്ഞാവതാരം എന്ന് പറയും. ഒരു യജ്ഞരൂപമായിട്ട് സകല യജ്ഞമയി അനന്ത. ക്രൗഡിങ് എന്ന് പറഞ്ഞാൽ വരാഹം. പന്നിക്കാണ് ക്രൗഡിങ്. ക്രൗഡിങ് തനും പന്നിയുടെ ശരീരം എടുത്തത്. എന്നിട്ടോ അന്തർമഹർണവ ഉപാഗമമാതിദൈത്യം. ആ സമുദ്രത്തിൻ്റെ ഉള്ളിലേക്കാണ് പ്രവേശിച്ചു. അന്തർമഹാർണവം പ്രളയജലാണ്. സമുദ്രം പോലുമില്ല, സമുദ്രത്തേക്കാൾ കൂടുതലാണ് കൺസെപ്റ്റാണ് ആ പ്രളയം എന്ന് പറഞ്ഞാൽ. സമുദ്രം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ മാത്രമേ വെള്ളം ഉള്ളൂ. സമുദ്രം അല്ലാത്ത സ്ഥലത്ത് വെള്ളം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വെള്ളമില്ല. നേരെ മറിച്ച് പ്രളയം വരുമ്പോൾ എല്ലാം വെള്ളത്തിൽ മുങ്ങും. ഇവിടെയൊക്കെ വെള്ളമാവുന്ന. അപ്പോൾ ആ പ്രളയജലത്തിലാണ് ഉപാഗതം ആദിദൈത്യം, ആദ്യത്തെ ദൈത്യനായിരിക്കുന്ന
അവനെ ഹിരണ്യാക്ഷനെ സംഹരിക്കാനായിട്ട്. എന്തുകൊണ്ട്? ദംഷ്ട്രയാദ്രീം ഇവ, ഇന്ദ്രൻ ഒരു പർവ്വതത്തെ വജ്രായുധം കൊണ്ട് പിളർന്ന പോലെ. പണ്ട് ഈ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിക്കിൽ പോയിട്ട് ഇങ്ങനെ പറന്ന് വീഴുമ്പോൾ എല്ലാവർക്കും ശല്യവും, ശല്യമില്ലാണ്ടിരിക്കുമോ, പർവ്വതമൊക്കെ വന്നിട്ടാണ് വീണ. അപ്പോൾ എന്ത് ചെയ്തു? വജ്രായുധം കൊണ്ട് ഇന്ദ്രൻ ഈ പർവ്വതങ്ങളുടെ ചിറകുകളൊക്കെ അറുത്തു എന്നാണ് കഥ. പല ദിക്കിലും പറയേണ്ടത് രാമായണത്തിലും. അപ്പം അതേപോലെ ദംഷ്ട്രയ, ഭഗവാന്റെ കയ്യിൽ വജ്രായുധമല്ല, മറിച്ച് തൻ്റെ ദംഷ്ട്ര, അണപ്പല്ല് എന്ന് പറയുന്നത് പുറത്തേക്ക് ഉന്തി വരുമ്പോഴാണ് അതിനെ ദംഷ്ട്ര എന്ന് പറയണത്. ആ ദംഷ്ട്രയെ അദ്രിം ഇവ വജ്രധരോ, വജ്രധരൻ ഇന്ദ്രൻ, ഇന്ദ്രൻ പർവ്വതത്തിൻ്റെ ചിറക് അരിഞ്ഞ പോലെ ദദാര, ആ ഹിരണ്യാക്ഷനെ പിളർന്നു, ദദാര പിളർന്നു, ദംഷ്ട്ര കൊണ്ട്, കൊമ്പുകൊണ്ട് പിളർന്നു ഭഗവാൻ. അപ്പോൾ ഹിരണ്യാക്ഷവധത്തിനായിട്ടാണ് ഭഗവാന്റെ വരാഹാവതാരം ഉണ്ടായത്. എത്ര ഉദ്യതച്ചിരിതലോദ്ദലനായ ബിപ്രക്രൗഡിങ് തനും സകല യജ്ഞമൈമനന്ദാം. ആ വരാഹസ്വരൂപത്തെ യജ്ഞസ്വരൂപി ആയിട്ടാണ് വർണ്ണിക്കുക. യജ്ഞസങ്കല്പമാണ്. എന്താ കാരണം? നോക്കുകയാണെങ്കിൽ താണഭൂമിയെ ഉയർത്തുന്നതിനാണ് നമ്മൾ യജ്ഞം എന്ന് പറയുക. താണഭൂമിയെ നിലവാരപ്രകാരം ഉയർത്തുമ്പോഴാണ് യജ്ഞം. അപ്പോൾ ഭഗവാൻ ഇവിടെ ഭൂമിയെ ഭൗതികമായിട്ട് തന്നെ ഉയർത്തുകയാണ് ചെയ്തത്, നിലവാരമല്ല. അപ്പം അതുകൊണ്ട് യജ്ഞസ്വരൂപം. ഇനി രണ്ടാമത് ചാതോരുചേരചനയസുയമാൻ സുയജ്ഞ ആകൂതിസൂണുരമരാനഥ ദക്ഷിണായാം ലോകത്രയസ്യ മഹതീം അഹരാദ്യതാർത്തിം സായംഭുവേണ മനുനാകരിത്യനുക്ത. ഇവിടെ ഭഗവാന്റെ രണ്ടാമത്തെ ഇവിടെ പറയണത് ക്രമട്ടോ, ക്രമമൊക്കെ ഓരോ ദിക്കിലും മാറുകയെ. ആദ്യത്തെ ഇല്ലേ ശരിക്കും വരാഹാവതാരം? അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ പറയേണ്ടത്. ഇവിടെ ആദ്യത്തെ വരാഹാവതാരമായി, പക്ഷേ സൂതം പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയല്ല വരണത്. പുരുഷാവതാരം സനത്കുമാരാദിയുടെ അവതാരവും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വരാഹാവതാരം വരണത്, 14ാമത്തെ വാമനാവതാരം വരണം. അതൊക്കെ ക്രമങ്ങളൊക്കെ ഓരോ ദിക്കിലും മാറും. പ്രാധാന്യമൊന്നുമില്ല. എങ്ങനെ ക്രമമായ എന്താ അത് കേൾക്കുക വേണ്ട, അത്രയേ ഉള്ളൂ. രുചി, രുചി എന്ന് പേരുള്ള പ്രജാപതി, ഭക്ഷണം കഴിക്കുമ്പോഴത്തെ രുചി അല്ല കേട്ടോ. രുചി എന്ന് പറഞ്ഞാൽ പേരാണ് ഒരാൾ, പ്രജാപതിയുടെ പേര് രുചി പ്രജാപതി. ആ രുചി പ്രജാപതിയിൽ യജ്ഞൻ എന്ന പേരോടുകൂടി അവതരിച്ചു. അതാണ് ഭഗവാന്റെ യജ്ഞാവതാരം രണ്ടാമത്തെ. അത് സൂതം പറഞ്ഞു കൊടുക്കണോടത്തും പറയുന്നുണ്ട്, യജ്ഞാവതാരം പറയുന്നുണ്ട്. ഇവിടെ അത് ആവർത്തിക്കണം. ആകൂതി, രുചി പ്രജാപതിയുടെ പത്നിയാണ് ആകൂതി. അപ്പോൾ രുചിയിലും ആകൂതിയിലുമാണ് ഭഗവാൻ സുയജ്ഞൻ എന്ന പേരിൽ അവതരിച്ചത്. പിന്നെ ദക്ഷിണായാം, ദക്ഷിണയിൽ സുയമന്മാരെ ജനിപ്പിച്ചു. സുയമന്മാർ എന്ന് പറയുന്നവരെയും സൃഷ്ടിച്ചു. സുയജ്ഞൻ എന്ന പേരോട് കൂടിയിട്ട് ആകൂതിയിലും രുചിപ്രജാപതിയിലും അവതരിച്ചു. പിന്നെയോ ദക്ഷിണാദേവിയിൽ സുയമന്മാർ എന്ന ദേവന്മാരെയും ജനിപ്പിച്ചു. ദക്ഷിണാദേവി ലക്ഷ്മീദേവിയുടെ ഒരു അവതാരം തന്നെയാണ്. ലോകത്രയസ്യ മഹതീം അഹരത്യഥാർത്ഥിം, ലോകത്തിൻ്റെ ആർത്തി ദുഃഖം മുഴുവനെ ഇല്ലാതാക്കുകയും ചെയ്തു. സ്വായംഭുവേന മനുന ഹരിരിത്യനുക്ത, സുയജ്ഞന്മാർ ദക്ഷിണാദേവിയിൽ ജനിച്ചു. ആ ലോകത്തിൽ എല്ലാവരുടെ ദുഃഖവും മാറി. ആ സുയജ്ഞനാണ് എല്ലാവരെയും രക്ഷിച്ചു. അക്കാലത്തുണ്ടായിരുന്ന ദുഃഖത്തെ തീർത്ത് രക്ഷിച്ചപ്പോൾ സ്വയംഭൂമനു ആ കാലത്ത് ശ്രീഹരിയെ സ്തോത്രം ചെയ്തു. സ്വയംഭുവേന മനുന ഹരിരിത്യനുക്ത, ഹരി എന്ന പേരിൽ ചൊല്ലി സ്തുതിച്ചു സുയജ്ഞനെ. സുയമാൻ സുയജ്ഞ, രുചിയിലും ആകൂതിയിലും സുയജ്ഞനായിട്ട് അവതരിച്ചു. പ്ലസ് ദക്ഷിണാദേവിയിൽ സുയമന്മാർ എന്ന ദേവന്മാർ. രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന് യജ്ഞാവതാരം, പിന്നെ ഒന്ന് സുയമന്മാർ, പുത്രന്മാരുടെ പേരത് സുയമന്മാർ.
അവരെ ജനിപ്പിച്ചപ്പോൾ സ്വയംഭുവേന മനുന, സ്വയംഭുവ മനു ഹരി എന്ന പേരിൽ ഭഗവാനെ സ്തുതിച്ചു. ഹരി എന്ന് ചിലർ സ്തുതിച്ച പേരായിട്ട് അങ്ങനെ കിട്ടിയതാ വിഷ്ണുവിന്. ചില ആൾക്കാരൊക്കെ ഹരി എന്ന് പറഞ്ഞ് സ്തുതിച്ചു എന്നർത്ഥം. ഇനി അടുത്തത് ജജ്ഞേ ചകർത്തമഗൃഹേതി ച ദേവഹൂത്യാം ത്രീഭിസ്തമന്നവപിരാത്മഗതിൻ സ്വമാത്രേ ഊജേയാത്മശമലം ഗുണതംഗപങ്കപത്മിൻ വിദൂയ കപിലസ്യ ഗതിം പ്രഭേദേ. അറിയണ നാരദ, നാരദ വിളിക്കുകയാണ്. കർദമഗൃഹേ, കർദമൻ്റെ ഗൃഹത്തിൽ ദേവഹൂതി, പത്നിയായിട്ടുള്ള ദേവഹൂതിയിൽ, ദേവഹൂതിയിൽ ഭഗവാൻ കപില വാസുദേവനായിട്ട് ജനിച്ചു. ദേവഹൂതിയുടെയും കർദമ പ്രജാപതിയുടെയും പുത്രനായിട്ട്. അപ്പം അതിലുണ്ടായിട്ട് പ്രത്യേകത എന്താ? 9 പെൺകുട്ടികളുണ്ടായി. നവഭിർ ആത്മഗതിം സ്വമാത്രേ, 9 സ്ത്രീകളോടുകൂടി 10ാമത്തെ ആയിട്ടാണ് ഭഗവാൻ കപിലാവതാരം കൈക്കൊണ്ടത്. 9 പെൺകുട്ടികൾ ആദ്യം. ബുദ്ധിമുട്ടല്ല, ആദ്യം തന്നെ ഈ പെൺകുട്ടികളുണ്ടായാലേ. പിന്നെ ഉണ്ടായച്ചാൽ പിന്നെയും പോട്ടെ, ആദ്യത്തിനൊക്കെ ഒരു ആൺതുണ ഉണ്ടാവും. അപ്പോൾ മൂത്തായിട്ടുള്ള സന്തതി ആണായാൽ പിന്നെ പെണ്ണായാലും അച്ഛന് ഒരു സഹായമാവും എന്ന് പറയും നമ്മൾ. ആദ്യം തന്നെ പെൺകുട്ടികളായി, ഇവരുടെയൊക്കെ ബാധ്യത അച്ഛൻ വഹിക്കണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇവിടെ അങ്ങനെയാണ്. 9 സ്ത്രീകളോടുകൂടി ഭഗവാൻ കപില വാസുദേവനായിട്ട് ജനിച്ചു. ടോട്ടൽ 10. അവസാനത്തെ കപില വാസുദേവനും ആദ്യത്തെ 9 പെൺകുട്ടികളും. അങ്ങനെ കപില വാസുദേവൻ ത്രീഭി സമം നവഭി, അത് നവഭി സ്ത്രീഭി, 9 സ്ത്രീകൾ, സ്ത്രീപ്രജ പെൺകുട്ടികൾ ഓടുകൂടി സ്വമാത്രേ അമ്മയായ ദേവഹൂതിയിൽ ഊചേയ ആത്മശമലം ഗുണതംഗപങ്കമത്മിൻ വിദൂയ കപിലസ്യ ഗതിം പ്രഭേദേ. മനസ്സിന് നല്ല പോലെ ഉണ്ടാക്കുന്ന ദോഷങ്ങളെ, മലഭംഗം എന്ന് പറഞ്ഞ ദോഷമാണ്, പങ്കം എന്ന് പറഞ്ഞാൽ തന്നെ ചളി ദോഷം, മനോമാലിന്യത്തെ ഇല്ലാതെ ആക്കി തീർക്കുന്ന കപില വാസുദേവൻ്റെ ഗതി ഉണ്ടായി. കപിലോപദേശം കേട്ടാൽ എല്ലാവർക്കും മനഃശുദ്ധി ഉണ്ടാവും. നല്ലൊരു ഉപദേശമാണ് കപിലോപദേശം. സപ്താഹത്തിന് 2ാമത്തെ ദിവസം കപിലോപദേശമാണ് പ്രധാന വിഷയമാണ്. കപിലാണ് അന്നത്തെ താരം എന്ന് പറയാം. പിന്നെയൊക്കെ കുറേ കഥകൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കപിലോപദേശം. ഭാഗവതത്തിൽ തന്നെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അപ്പോൾ മനോമാലിന്യങ്ങളെല്ലാം നീക്കാൻ സഹായിക്കുന്ന അതിബൃഹത്തും പ്രാധാന്യമുള്ളതുമായ സംഹിത ആകുന്ന കപിലോപദേശം ഈ ഭൂമിയിൽ സ്ഥാപിച്ചതായ കപിലനായിട്ടല്ലയോ ഭഗവാനെ അങ്ങ് അവതരിച്ചല്ലോ. യജ്ഞാവതാരം കഴിഞ്ഞു, വരാഹാവതാരം കഴിഞ്ഞിട്ട് യജ്ഞാവതാരം കഴിഞ്ഞു. 3ാമത്തേട്ട് അവിടെ കപിലാവതാരം പറഞ്ഞത്. ഇനി അടുത്തത് 4ാമത്. അത്രേരപത്യമഭികാംക്ഷതാകതുഷ്ടോ ദത്തോ മയാഹം ഇത് ഭഗവാൻ സദത്ത യത്പാദപങ്കജപരാഗപവിത്രദേഹ യോഗർദിമാവരുഭയം യദുഹൈഹയാദ്യ. അപത്യ അഭികാംക്ഷത, അപത്യം സന്താനം, അനപത്യം സന്താനമില്ലായ്മ. അനപത്യ ദുഃഖം എന്ന് പറഞ്ഞാൽ സന്താനമില്ലാത്ത. അപ്പോൾ അപത്യം എന്ന് പറഞ്ഞാൽ സന്താനം. തേ അഭികാംക്ഷത ആഗ്രഹിച്ചവനായ അത്രി മഹർഷിയിൽ ഭഗവാൻ സന്തോഷിച്ചിട്ട് എന്തുണ്ടായി? തുഷ്ട, സന്തോഷിച്ചിട്ട് പുത്രനായി അത്രിയെ സന്തോഷിപ്പിച്ചു. തന്മാർക്ക് വേണ്ടിയിട്ട് എന്തും ഭഗവാൻ ചെയ്യും, എന്ത് സഹിക്കും, ഏത് വേഷവും കെട്ടും, ഏത് അവതാരം കൊടുക്കും, ഏത് ജനനം കൊടുക്കും. ഇപ്പം ഇവിടെ എന്ത് ചെയ്തു? അത്രിക്ക് പുത്രന്മാരില്ല. അങ്ങനെ അദ്ദേഹം ദുഃഖിച്ചപ്പോൾ ഭഗവാനെ ഭജിക്കാൻ പറഞ്ഞു. ഭഗവാനെ ഭജിച്ചു. അതാണ് എല്ലാറ്റിനും മാർഗം എന്ന് അദ്ദേഹത്തിന് അറിയാലോ. അപ്പം എന്ത് ചെയ്തു? ഭഗവാൻ തന്നെ പുത്രനായിട്ടാണ് വന്നു. അഹം മയാ ദത്ത, ഞാൻ തന്നെ നിനക്ക് പുത്രനായിട്ട് ഇതാ തന്നിരിക്കുന്നു.
അതാണ് ദത്തൻ. ദത്തൻ അല്ലെങ്കിൽ ദത്താത്രേയൻ എന്ന പേര് ഇടുകയും ചെയ്തു. ആ പേരോട് കൂടിയിട്ടാണ് ദത്തൻ ഭഗവാനാൽ കൊടുക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ദത്തൻ, ദത്താത്രേയൻ ഭജനം വടക്കേ ഇന്ത്യയിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഭജനമാണ് ദത്താത്രേയൻ. അങ്ങനെ ദത്താത്രേയനായിട്ട് ഭഗവാൻ അത്രി മഹർഷിയിൽ ജനിച്ചു. ദത്താത്രേയൻ്റെ പ്രത്യേകത യത്പാദ പങ്കജ പരാഗ പവിത്രദേഹ, ഏതൊരു ഭഗവാന്റെ പാദമാകുന്ന താമരയിൽ നിന്നുണ്ടായ പൊടിയാൽ പരിശുദ്ധമായ യത്പാദ പങ്കജ പരാഗ പവിത്രദേഹ, അതിൽ നിന്ന് ഹൈഹയന്മാർ മുതലായ 2 വിധത്തിലായിരിക്കുന്ന വിഭാഗം ജനിച്ചു, ക്ഷത്രിയന്മാർ. ഈ ദത്താത്രേയൻ്റെ പുത്രന്മാരെയാണ് ഹൈഹയന്മാർ എന്ന് പറയുന്നത്. ഇപ്പം ഏതൊരു ദത്താത്രേയനിൽ നിന്ന് ഹൈഹയന്മാർ ജനിച്ചു, ആ ദത്താത്രേയൻ ഭഗവാന്റെ 4ാമത്തെ അവതാരം. അപത്യം കാക്ഷിച്ചുകൊണ്ട്, പുത്രനെ കാക്ഷിച്ചുകൊണ്ട് അങ്ങയെ ഭഗവാനെ ഭജിച്ചതായ അത്രിയിൽ ഭഗവാൻ ദത്തൻ എന്ന പേരോടുകൂടി അവതരിച്ചു. അതാണ് ദത്താത്രേയ അവതാരം. ദത്തോമയാഹമിതി, ഞാൻ തന്നെ പുത്രനായിട്ട് വരാം. അതിലും വലിയൊരു ഭാഗ്യം ഇല്ലല്ലോ. യത്പാദ പങ്കജ പരാഗ പവിത്രദേഹ, ഏതൊരു ഭഗവാന്റെ പാദത്തിൽ നിന്നുള്ളതായ പൊടി കൊണ്ട് ശുദ്ധമായതായ ഹൈഹയന്മാർ ഉണ്ടായി. അങ്ങനെയാണ് ഹൈഹയന്മാർ. യോഗർദ്ധിമാപരുഭയും യതു ഹൈഹയാത്യ, പരിശുദ്ധന്മാരായ ഭഗവത് പാദപത്മത്തിൻ്റെ ധൂളികളാൽ പരിശുദ്ധന്മാരായ ആദിപുത്രനായിരിക്കുന്ന യദു, ഹൈഹയ ദേശരാജാവായിരിക്കുന്ന കാർത്യവീരാർജുനൻ, ഇവരൊക്കെ ഈ വംശത്തിൽ ഉണ്ടായതാണ്. ആണ് ഉഭയം എന്നിവിടെ പറഞ്ഞത്. യോഗർദ്ധിമാപുരുഭയീം യദു ഹൈഹയാദ്യ, ഹൈഹയാദികളായിട്ടുള്ള 2 വിധത്തിലുള്ളവർ, ഒന്ന് യയാദിയുടെ കൂട്ടരും ഹൈഹയ ദേശരാജാവായിട്ട് കാർത്യവീരാർജുനൻ്റെ 2 വംശമായിട്ടുണ്ടായി. തപ്തം തപോ വിവിധ ലോകസിതക്ഷയാമേ ആദോസനാത്വതപതസ്തചതുസ്സനോഭൂ പ്രാകൽപ്പസംപ്ലവവിനട്ടമികാത്മതത്വം സമ്യക് ജഗാതമുനയോ യഥചക്ഷതാത്മൻ. വലിയ വൃത്താണ്. തുടക്കക്കാർക്ക് പാരായണം ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെ ആ വൃത്തമായിട്ടൊരു തന്മയീഭാവം വന്നാൽ പിന്നെ എളുപ്പമായിക്കണം. തപ്തം തപോ വിവിധ ലോകസിതക്ഷയാമേ ആദോതനാത്വതപതസ്തചതുസ്സനോഭൂൻ. ആ വൃത്തമായിട്ടാണ് ആദ്യം നമുക്കൊരു ബന്ധം വരേണ്ടത്. പിന്നെ വാക്കുകൾ തന്നെ കിട്ടിക്കോളും. അതിനനുസരിച്ചിട്ട് വേണം വാക്കുകൾ ഉച്ചരിക്കാനേ. വൃത്തമായിട്ട് യോജിക്കാത്ത കടപടാന്ന് വായിച്ചാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും. തപ്തം തപോ വിവിധ ലോകസിതക്ഷയാമേ ആദോസനാത്വതപതസ്തചതുസ്സനോഭൂൻ പ്രാകൽപ്പസംപ്ലവവിനട്ടമികാത്മതത്വം സമ്യക് ജഗാതമുനയോ യഥചക്ഷതാത്മൻ. ഇങ്ങനെയാണ് വായിക്കേണ്ടത്. ശേഷമുള്ള വൃത്താക്ഷ എനർജിയൊക്കെ വേണം അങ്ങനത്തെ വൃത്തങ്ങൾ വായിക്കണമെങ്കിൽ. ഉറക്കം തൂങ്ങിയാലൊന്നും കിട്ടില്ല. മേ ഇവിടെ പറയണ എന്നാൽ, ആദൗ ആദിയിൽ, വിവിധ ലോക സിതക്ഷയ ബഹുവിധ ലോകങ്ങളെ സൃഷ്ടിപ്പാനുള്ള ആഗ്രഹത്തെ അർത്ഥം വ്യക്തമാണ്. വിവിധ ലോക സിതക്ഷയ, ശിക്ഷ എന്ന് പറഞ്ഞാൽ സൃഷ്ടി, വിവിധ ലോക സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്താൽ തപത്തപ്തം തപസ്സാചരിക്കപ്പെട്ടു. സ്വതപസ, തൻ്റെ തപസ്സിൻ്റെ സമർപ്പണം ഹേതുവായിട്ട്, സ്വതപസ സനാത്ത്, സമർപ്പണം ഹേതുവായിട്ട് ഭഗവാൻ ചതുസന, 4 സനനായിട്ട് അഭൂത് ഭവിച്ചു. സനകാദികളുടെ അവതാരമാണ് 5ാമത് പറയണത്. ഒക്കെ സൻ കൊണ്ട് തുടങ്ങുകൊണ്ടാണ് അവരെ സനകാദികൾ എന്ന് പറയുന്നത്. ആരൊക്കെ ഇത്? സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ. ഇവർ അവിവാഹിതരായിരുന്നു. പ്രാകൽപ്പസംപ്ലവ വിനഷ്ടമിക ആത്മതത്വം. ഇതാ അവതാര ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ആത്മതത്വം ലോകത്തിൽ സ്ഥാപിക്കുക, എല്ലാവരെയും ബോധിപ്പിക്കുക. അതുകൊണ്ട് അവർ അവിവാഹിതരായി. സമ്യക് ജഗാത മുനയോ യഥചക്ഷതാത്മൻ, കഴിഞ്ഞ കൽപ്പത്തിൽ നശിച്ചു പോയതായ ആത്മതത്വത്തെ ഈ കൽപ്പത്തിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവിവാഹിതരായി ബ്രഹ്മചര്യം
ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുത്തവരാണ് ഈ സനകാദികൾ. തപ്തം തപോ വിവിധ ലോകതിതിക്ഷയ മേ, ബ്രഹ്മാവാണ് കേട്ടോ, മേ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് ഇവിടെ പറയുന്ന ആൾ, വക്താവ്. അപ്പോൾ തപസ്സനുഷ്ഠിച്ച് ലോകം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചതായിരിക്കുന്ന എനിക്ക്, എന്നാൽ ആര് സൃഷ്ടിക്കപ്പെട്ടു? സനകാദികൾ സൃഷ്ടിക്കപ്പെട്ടു. ബ്രഹ്മാവിൻ്റെ പുത്രന്മാരാണ് സനകാദികൾ. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങളൊക്കെ വിവാഹം കഴിച്ച് സൃഷ്ടി നടത്തുകയാണെങ്കിൽ എനിക്ക് ലേശം വിശ്രമിക്കാം, സൃഷ്ടി ലോകത്തിൽ അങ്ങനെ നടക്കും ചെയ്യൂലോ. അപ്പോൾ സനകാദികൾ അത് സമ്മതിച്ചില്ല, അതിന് ഞങ്ങളെ കിട്ടില്ല. ഒരു ബുദ്ധിയിലോരായതുകൊണ്ട് വിവാഹം കഴിച്ച് പ്രാരബ്ധത അനുഭവിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് ആത്മതത്വത്തിലും ആത്മനിഷ്ഠന്മാരുമായി അഖണ്ഡമായിട്ടുള്ള ബ്രഹ്മചര്യത്തിൽ വിശ്വസിച്ചു. ബ്രഹ്മാവാണ് ഇവർ സൃഷ്ടിച്ചത്, ബ്രഹ്മാവിൻ്റെ മക്കളാണ് സനകാദികൾ, മാനസപുത്രന്മാർ. അവർ വിവാഹം കഴിച്ചില്ല. തപ്തം തപോ വിവിധ ലോകശിക്ഷയാമേ ആദോ സനാസ്തു തപസ, സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചതായ എൻ്റെ തപസ്സുകൊണ്ട്, എന്നാൽ വിവിധ ലോകശിക്ഷയ, വിവിധ ലോകങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചപ്പോൾ തപസ്സുകൊണ്ട് ചതുസ്സനോ ഭൂത്, സനകാദി ചതുസ്സനങ്ങൾ, 4 സനകാദികൾ, 4 സനകാദികൾ എന്ന് പറഞ്ഞാൽ സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരനാണ് ചതുസ്സനോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ചതുസ്സനോ, 4 സൻ. ശരിക്ക് ചെറിയ അക്ഷരത്തിൽ എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. സനകൻ, സനന്ദൻ, സനാതനൻ, സനത്കുമാരൻ എന്ന് എഴുതിയിട്ടാൽ ഈ ചതുസ്സന എന്താണെന്നുള്ളത് വേഗം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ചാൽ മതി. അതാണ് സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ. ഈ 4 സനകാദികളെ ഞാൻ സൃഷ്ടിച്ചു നാരദ. അവർ എൻ്റെ സൃഷ്ടിയാണ്. അവരൊരിക്കലും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചില്ല. ബ്രഹ്മചര്യത്തിൽ കഴിഞ്ഞ കൽപ്പത്തിലത്തെ ആത്മതത്വം ഇപ്പോഴും സ്ഥാപിക്കുന്നതിൽ തൽപരരായി. ഇനി അടുത്തത് 6-മതോ ധർമ്മസ്ഥദട്ടരുഗതർ യജനിഷ്ടമൂർത്തിയാം നാരായണോ നര ഇതിസ്തപപ്രഭാവ ദുഷ്ടാത്മനോ ഭഗവതോ നിയമാവലോപം ദേവത്വനംഗപ്രദനാകടുതിന്ന ശേഖു. ദക്ഷപുത്രിയായ ദക്ഷദുഹിതര, ഹിതര എന്ന് പറഞ്ഞാൽ പുത്രി, ദക്ഷപുത്രിയായ ധർമ്മസ്യ മൂർത്തിയാം, ധർമ്മഭാര്യയായിരിക്കുന്ന മൂർത്തി, സ്വതപപ്രഭാവ, തൻ്റെ തപസ്സിൻ്റെ പ്രഭാവത്താൽ നാരായണ നര, നരനാരായണന്മാർ എന്ന് പറയുന്ന അവതാരം മൂർത്തിയിൽ ഉണ്ടായി. മൂർത്തി എന്ന് പേരാണ് കേട്ടോ ഇവിടെ. നരനായിട്ട് ഒരവതാരം, നാരായണനായിട്ട് ഒരവതാരം, രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ 2 ശരീരമാണ്. എന്തിനാണ് അങ്ങനെ ഒരു അവതാരം ഉണ്ടായത്? ആ കഥയൊക്കെ ഭാവിയിൽ പറയും. സഹസ്രകവചൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ, ഇവനൊരു വരം വാങ്ങിയിട്ടുണ്ട്. എന്താ വെച്ചാൽ 1000 കൊല്ലം യുദ്ധവും 1000 കൊല്ലം താപസ്സും ഒരാൾ ചെയ്യണം. ഒറ്റ ആൾ എങ്ങനെ ഇപ്പോൾ ചെയ്യുക? തപസ് ചെയ്യുമ്പോൾ ശരീരം ഇളകി യുദ്ധം ചെയ്യാൻ പറ്റുമോ? ശരീരം ഇളക്കാതെ വെക്കണേനെ തപസ്. യുദ്ധം ചെയ്യുമ്പോൾ ശരീരം ഇളക്കണം, അപ്പോൾ തപസ് പറ്റുമോ? അപ്പോൾ ഇത് രണ്ടും ഒരിക്കലും യോജിക്കില്ല. അപ്പോൾ എങ്ങനെ 1000 കൊല്ലം ചെയ്യുക? അപ്പോൾ തന്നെ കൊല്ലാൻ ആർക്കും പറ്റില്ല എന്ന് സഹസ്രകവചൻ തീരുമാനിച്ചു. ഇപ്പോൾ ഭഗവാൻ തന്നെ 2 അവതാരം സ്വീകരിച്ചു, നരനും നാരായണനും. നരൻ തപസ് ചെയ്യുമ്പോൾ നാരായണൻ യുദ്ധം ചെയ്യും, നാരായണൻ തപസ് ചെയ്യുമ്പോൾ നരൻ യുദ്ധം ചെയ്യും. 2 ഒരേ ആൾ തന്നെയാണ്. തപസ്സും യുദ്ധവും 1000 കൊല്ലാണ് തികഞ്ഞു. സഹസ്രകവചനെയാണ് കൊല്ലും ചെയ്തു. ഇതിനാണ് നരനാരായണ അവതാരം. ഭഗവാന്റെ ഓരോരോ അവതാരത്തിൻ്റെ പ്രത്യേകതകളെ നാരായണോ നര ഇതി ഭഗവത, ഭഗവാനിൽ നിന്ന് ആത്മന, തനിക്ക് തുല്യമായിട്ടുള്ള 2 അവതാര അംശങ്ങളെ കൃഷ്ണൻ നാരായണനും അർജുനൻ നരനുമാണെന്ന് പറയും.
നിയമാ അവലോപം വ്രതഭംഗത്തെ സാധിപ്പിക്കാനായിക്കൊണ്ട് ശക്തങ്ങളായില്ല. 1000 കൊല്ലം തപസ് എന്ന് പറഞ്ഞാൽ അത്രയും കാലം വ്രതം അനുഷ്ഠിക്കണം വേണ്ടേ? അത് മുടക്കാൻ വേണ്ടി അപ്സര സ്ത്രീകളെയൊക്കെ അയച്ചു ഇന്ദ്രൻ. ഇന്ദ്രൻ എന്നും ഇങ്ങനത്തെ പണികളാണ് ചെയ്യുക, നാട്ടുന്നില്ല ഭഗവാന്റെ അടുത്ത്. അപ്സര സ്ത്രീകളെ അയച്ച് തപസ് ഇളക്കാൻ ശ്രമിച്ചിട്ടും കടിതും നശേകു സാധിച്ചില്ല. ഇവരുടെ തപസ്സിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. അത്രയും തപോമൂർത്തികളാണ് നരനാരായണാവതാരം. ഇപ്പം ദക്ഷൻ്റെ പുത്രി, ആ പുത്രിയുടെ ഭർത്താവാണ് ഈ മൂർത്തി. ആ മൂർത്തിയിൽ ഭഗവാൻ നരനാരായണനായി അവതരിച്ചു. ഇനി അടുത്തതോ 7ാമത് കാമന്തഗന്ധികൃതനോ നനുരോഷദൃഷ്ട്യ രോഷം ദഗന്ധമുദതേന ദഗന്ധ്യ സഖ്യം സ്വയം യദന്തരമലം നിവിശൻ ബിഭേദി കാമക്കഥന്നു പുനരസ്യവനശ്രേത. നാരായണ അവതാരത്തിൻ്റെ പ്രത്യേകതയെ ഒന്നങ്ങനെ പറയുകയാണ്. വലിയൊരു അവതാരമാണ് ഈ നരനാരായണ അവതാരം. അത് അടുത്ത ഭാഗത്ത് കായേന വാചാ മനസേന്ദ്രിയർവാത്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.